വെൽക്കം ടു ഇറ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ തേർഡ് തിയറം ആണ്. അപ്പോൾ നിങ്ങൾ രണ്ട് തിയറം പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തിയറം എന്തായിരുന്നു? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും വേറൊരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും, അതായത് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആണെന്ന് പഠിച്ചു. അതാണ് ഫസ്റ്റ് തിയറം, എസ് തിയറം. സെക്കൻഡ് വൺ തിയറം എന്തായിരുന്നു? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അവയ്ക്കിടയിലുള്ള ആംഗിളും വേറൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിനും അവയ്ക്കിടയിലുള്ള ആംഗിളിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശം എന്തായിരിക്കും? രണ്ട് ട്രയാങ്കിളിനെയും തുല്യമായിരിക്കും എന്നും പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് തിയറം ആണ്, ദാറ്റ് ഈസ് വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അത് തന്നെ ഉണ്ട്, വൺ സൈഡ്, ഒരു സൈഡും രണ്ട് ആംഗിൾസും. നോക്കുക, if one side of a triangle and angle at its end are equal to one side of another triangle and angle at its end, then the third angles are also equal and the sides opposite equal angles are equal. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസും വേറൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനോടും രണ്ടറ്റത്തുള്ള ആംഗിളിനും തുല്യമാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും മൂന്നാമത്തെ ആംഗിൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. തുല്യമായ വശങ്ങൾക്ക് എതിരെയായ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് തേർഡ് തിയറം, ദാറ്റ് ഈസ് വൺ സൈഡ് ആൻഡ് ടു ആംഗിൾസ്. അപ്പോൾ നിങ്ങൾ 3 തിയറം പഠിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, രണ്ട് ട്രയാങ്കിളിൻ്റെയും 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ആണ്. പിന്നെ പഠിച്ചിട്ടുള്ള തിയറം, ഒരു സൈഡും രണ്ട് സൈഡും അവയ്ക്കിടയിലുള്ള ആംഗിളും വേറൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അവയ്ക്കിടയിലുള്ള ആംഗിളിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ വശം എന്തായിരിക്കും? തുല്യമായിരിക്കും. മൂന്നാമത്തെ തിയറാണ്, ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിളും വേറൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനും രണ്ടറ്റത്തുള്ള ആംഗിളിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? ആംഗിൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഈ 3 തിയറം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് പെയർ ഓഫ് ട്രയാങ്കിൾസ് ബിലോ ഫൈൻഡ് മാച്ചിങ് പെയർ ഓഫ് സൈഡ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഇതിൽ മാച്ചായ ആംഗിൾസിൻ്റെ സൈഡ്സിൻ്റെ മാച്ചിങ് പെയർ എഴുതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് എ ബി 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിളാണ് 50 ഡിഗ്രിയും 70 ഡിഗ്രിയും. സെക്കൻഡ് ട്രയാങ്കിൾ ക്യു ആർ ആണ് 6 സെൻറ്റിമീറ്റർ. അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾ 50 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. നമുക്ക് പറയാം എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ ആണ്. എഴുതിക്കൂടെ? കാരണം രണ്ടും എന്താ? 6 സെൻറ്റിമീറ്ററാണ്. ഇനി എ ബി 6 സെൻറ്റിമീറ്ററാണ്. ഇനി 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ ആംഗിൾ രണ്ട് ട്രയാങ്കിൾ നോക്കുക. ഇവിടെ ഫസ്റ്റ് ട്രയാങ്കിളിൽ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ സൈഡ് ഏതാ? എ സി. സെക്കൻഡ് ട്രയാങ്കിളിൽ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ സൈഡ് പി ആർ. സോ വി ക്യാൻ സേ ദാറ്റ് എ സി ഇസ് ഈക്വൽ ടു പി ആർ. തേർഡ് വൺ, 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ സൈഡ് നോക്കുക. ഇവിടെ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ സൈഡ് ബി സി, ഫസ്റ്റ് ട്രയാങ്കിൾ. സെക്കൻഡ് ട്രയാങ്കിളിൽ പി ക്യു. സോ ബി സി ഇസ് ഈക്വൽ ടു പി ക്യു. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഏതാണോ തുല്യവശങ്ങൾ തന്നിട്ടുള്ളത് അതെടുത്തെഴുതുക. പിന്നെ ആംഗിൾസിന് എതിരെയുള്ള വശം എന്തായിരിക്കും? തുല്യമായിരിക്കും രണ്ട് ട്രയാങ്കിളും. അപ്പം അതും നോക്കുക, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ മാച്ചിങ് സൈഡ്സ് ആണ് എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് LN 8 സെൻറ്റിമീറ്റർ ആണ്, XY 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം LN ഇസ് ഈക്വൽ ടു XY 8 സെൻറ്റിമീറ്റർ. ഇനി ഈ ട്രയാങ്കിളിൽ മൂന്നാമത്തെ സൈഡ് തന്നിട്ടില്ല. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലും മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ LMN, അതിൽ N തന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ സം എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 180 മൈനസ് 30 പ്ലസ് 80. 180 മൈനസ് 30 പ്ലസ് 80 110 ആണ്. 180 110 കുറയ്ക്കുമ്പോൾ 70 ഡിഗ്രി. ഇനി ട്രയാങ്കിൾ XYZ നോക്കുക. XYZൽ ഒരു ആംഗിൾ 70 ഡിഗ്രിയാണ്, ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ആംഗിൾ Z. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദി ആംഗിൾ Z? You know that the sum of the angles in a triangle is 180 degree. ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്കറിയാം.
അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ സെയിം സ്റ്റെപ്പ് തന്നെയാണ് 180 മൈനസ് 70 പ്ലസ് 30. 70 30 ആഡ് ചെയ്യുമ്പോൾ 100. 180 മൈനസ് 100 ഇറ്റ് വിൽ ബി 80 ഡിഗ്രി. ഇനി ഈക്വൽ സൈഡ്സ് എഴുതുക, ആംഗിൾസിന് ഓപ്പോസിറ്റായ സൈഡും എഴുതുക. ഇവിടെ നോക്കുക 8 സെൻറ്റിമീറ്റർ എൽ എൻ ആണ്. ഇവിടെ സെക്കൻഡ് ട്രയാങ്കിളിൽ 8 സെൻറ്റിമീറ്റർ എക്സ് വൈ. സോ എൽ എൻ ഇസ് ഈക്വൽ ടു എക്സ് വൈ. ഇനി 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ നോക്കുക. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ ആംഗിൾ ഫസ്റ്റ് ട്രയാങ്കിളിൽ എം എൻ, സെക്കൻഡ് ട്രയാങ്കിളിൽ എക്സ് സെഡ്. സോ എം എൻ ഇസ് ഈക്വൽ ടു എക്സ് സെഡ്. ഇനി 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് എൽ എന്നും അതേപോലെ എക്സ് സെഡും. ഓക്കെ. ഇനി 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ ആംഗിൾ നോക്കുക. 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ സൈഡ് എൽ എം ഫസ്റ്റ് ട്രയാങ്കിളിൽ, സെക്കൻഡ് ട്രയാങ്കിളിൽ സെഡ് വൈ. ഇപ്പോൾ സൈഡ് ഈക്വലായ സൈഡും ആംഗിൾസും നോക്കിയിട്ട് വേണം മാച്ചിങ് പെയേഴ്സും അതേ സൈഡ്സിൻ്റെയും അതേപോലെ തന്നെ ആംഗിൾസും എഴുതാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എ പി ആൻഡ് ബി ക്യു ആർ ഈക്വൽ. ഈ ഫിഗറിൽ എ പിയും ബി ക്യുവും തുല്യമാണ്. ആൻഡ് പാരലൽ, തുല്യം മാത്രമല്ല പാരലലും ആണ്. ആർ ദ ലൈൻസ് ഡ്രോൺ അറ്റ് ദ എൻഡ്സ് ഓഫ് ദ ലൈൻ എ ബി. ഇപ്പോൾ എ ബിൻ്റെ രണ്ടറ്റത്ത് നിന്നാണ് എന്ത് വരച്ചിട്ടുള്ളത്, രണ്ട് പാരലൽ ലൈൻസ് വരച്ചിട്ടുള്ളത്, എ പിയും അതേപോലെ തന്നെ ബി ക്യുവും. അതിൻ്റെ രണ്ട് മിഡ് പോയിന്റ് ഇത് അത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് എം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ എം പി ഈക്വൽ ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി എം ക്യു. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. എന്തുകൊണ്ട്? വൈ. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ട്രയാങ്കിൾ എ എം പി, സെക്കൻഡ് ട്രയാങ്കിൾ ബി എം ക്യു. നമുക്ക് പറയാം എ പി ഇസ് ഈക്വൽ ടു ബി ക്യു ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ പിയും ബി ക്യു എന്താണ്, തുല്യമാണ്. ഇപ്പോൾ എ പിക്ക് ഓപ്പോസിറ്റായ ആംഗിൾ ഏതാ? എ പിക്ക് ഓപ്പോസിറ്റായ ആംഗിൾ പി എം എ. ബി ക്യുവിന് ഓപ്പോസിറ്റായ ആംഗിൾ ബി എം ക്യു. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം പി എം എ ഈക്വൽ ടു ബി എം ക്യു ആണ്. ഇനി ഓൾട്ടർനേറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ലൈൻസ്? പി എയും അതേപോലെ തന്നെ ബി ക്യുവും എ ബിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ? പി എ എം ഈക്വൽ ടു ക്യു ബി എം. അതായത് ഒരു ലൈനിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിളിനെയാണ് നമ്മൾ ഓപ്പോസിറ്റായ ആംഗിളിനാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എ പിയും അതേപോലെ ബി ക്യുവിനെയും കട്ട് ചെയ്യുന്നതാണ്, എ ബിനെയാണ് കട്ട് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പി എ എം ഈക്വൽ ടു ആംഗിൾ ക്യു ബി എം. ഇനി നമ്മൾ പറഞ്ഞു എ പി എം ഇസ് ഈക്വൽ ടു ബി ക്യു എം. ദാ എ പി എം ഈക്വൽ ടു ബി ക്യു എം. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ദി ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഫോർമഡ് വെൻ ദ ലൈൻസ് പി എ ആൻഡ് ബി ക്യു കട്ട് ബൈ ദ ലൈൻ പി ക്യു ആർ ഈക്വൽ. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് വേറൊരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ നമ്മളെ തിയറം എന്താണ്? ബൈ തേർഡ് തിയറം തേർഡ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അതായത് ഒരു സൈഡും ഇവിടെ നോക്കുക, ഇവിടെ എ പിയും ബി ക്യുവും തുല്യമാണെന്ന് പറഞ്ഞു. അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾ നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ലൈനും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിളും വേറൊരു ട്രയാങ്കിളിൻ്റെ ഒരു ലൈനിനോടും രണ്ടറ്റത്തുള്ള ആംഗിളിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? തുല്യമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈ തിയറം 3 the third angles are also equal. Third angle ഏതാ? ആംഗിൾ എ എം പി ഈക്വൽ ടു ആംഗിൾ ബി എം ക്യു. ഓൾസോ ഇതിന് ഓപ്പോസിറ്റായ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റായ സൈഡ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഓൾസോ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. പി എം ഇസ് ഈക്വൽ ടു ക്യു എം. ഇതിന് ആംഗിൾ പി എ എമ്മിനും ആംഗിൾ ക്യു ബി എമ്മിനും ഓപ്പോസിറ്റായ സൈഡ്സ് ആണ്. അതേപോലെ തന്നെ എ എം ഇസ് ഈക്വൽ ടു എം ബി. So 3 sides of triangle AMP are equal to 3 sides of a triangle BMQ. അപ്പോൾ അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്.
ക്ലിയർ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ പൊസിഷൻ ഓഫ് എം ഓൺ എ ബി? ഇപ്പം എ ബിയിൽ എമ്മിൻ്റെ പൊസിഷൻ്റെ പ്രത്യേകത എന്താണ്? എന്താ പ്രത്യേകത? എം എന്ന് പറഞ്ഞത് നമുക്കറിയാം എ എമ്മും ഈക്വൽ ടു എം ബി ആണ് അല്ലേ, ഈക്വൽ സൈഡാണ്. എ എം ഈക്വൽ ടു എം ബി മേലെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എ എം ഇസ് ഈക്വൽ ടു എം ബി, ദ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ പി എം, അതേപോലെ തന്നെ ആംഗിൾ ബി ക്യൂവും. ഇതിന് ഓപ്പോസിറ്റായ സൈഡ്സ് ആണ് എ എമ്മും എം ബിയും. എ എമ്മും എം ബിയും തുല്യമാണെങ്കിൽ എം എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? എം എന്ന് പറഞ്ഞത് എ ബിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എ ബി സി ഡി ഇ ഇസ് എ ഹെക്സഗൺ with all sides are of same length and all angles are of same size. The side AB and AE extended meet CD at P and Q. First question, are the sides of angle BPC, triangle BPC, equal to sides of triangle EQD? Why? Second question, are the sides of AP and AQ of triangle ABQ equal? Why? ഇപ്പോൾ ക്വസ്റ്റ്യൻ, ഈ ഫിഗറിൽ എ ബി സി ഡി ഇ എന്ന് പറയുന്നത് പെൻഡഗൺ ആണ്. എന്താ പെൻഡഗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 സൈഡ്സ് ഉള്ള ഒരു ഷേപ്പിന് നമ്മൾ പറയുന്ന പേരാണ് പെൻഡഗൺ. വിത്ത് ഓൾ സൈഡ്സ് ആർ ഓഫ് സെയിം ലെങ്ത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ സൈഡ്സും ഒരേ ലെങ്ത്തിലാണ്, എല്ലാ ആംഗിൾസും ഒരേ സൈസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൻഡഗണിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു റെഗുലർ പെൻഡഗൺ ആയിരിക്കും. അപ്പോൾ എല്ലാ സൈഡ്സും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആംഗിൾസും തുല്യമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എ ബിയും എ ഇയും എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, നീട്ടി വരച്ചിട്ടുണ്ട് സി ഡിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ജോയിൻ ചെയ്തിട്ടുണ്ട് പി എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ ക്യൂവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ട്രയാങ്കിൾ ബി പി സിയിലെയും ട്രയാങ്കിൾ ഇ ക്യൂയുടെയും സൈഡ്സ് തുല്യമാണോ? എന്തുകൊണ്ട്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പി ആൻഡ് എ ക്യൂ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ. ഒരു ട്രയാങ്കിൾ എ പി ക്യൂവിലെ എ പിയും എ ക്യൂവും തുല്യമാണോ? എന്തുകൊണ്ട്? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നോക്കുക, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റെഗുലർ പെൻഡഗൺ ആണ് അല്ലേ, എല്ലാ സൈഡ്സും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം ബി സി ഈസ് ഈക്വൽ ടു ഇ ഡി. ബി സി ഈസ് ഈക്വൽ ടു ഇ ഡി. അപ്പോൾ ബി സിക്ക് ഓപ്പോസിറ്റായ ആംഗിൾ എന്ന് പറയുന്നത് ഏതാ? ഫിഗർ നോക്കുക, ബി സി ഈസ് ഈക്വൽ ടു സി ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമുക്ക് പറയാം. കാരണം എന്താ? റെഗുലർ പെൻഡഗൺ ആണ്. അതേപോലെ തന്നെ ആംഗിൾ എ പി സി എ ബി സി ഈക്വൽ ടു ആംഗിൾ എ ഇ ഡി ആണ്. ആംഗിൾ നോക്കുക, ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ ഇ ഡി. ആംഗിൾസും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഗിവൺ. ഇനി ആംഗിൾ പി ബി സി നോക്കുക, അതായത് എ ബി സിക്ക് ലീനിയർ പെയർ പി ബി സി ഈക്വൽ ടു ആംഗിൾ ക്യു ഇ ഡി. ലീനിയർ പെയർ ആണ്. ലീനിയർ പെയറിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ ഡി സി, അതും ക്വസ്റ്റ്യനിലുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ലീനിയർ പെയർ കണ്ടുപിടിക്കുക. ആംഗിൾ ബി സി പി ഈക്വൽ ടു ആംഗിൾ ഇ ഡി ക്യു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിളിനും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? ആംഗിൾ എന്തായിരിക്കും? തുല്യമാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് പറയാം ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. അതുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ പി എന്ന് പറയുന്നതും ആംഗിൾ ക്യൂ എന്ന് പറയുന്നതും തുല്യമാണ്. ഫിഗർ നോക്കുക, ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. ഓൾസോ ദ സൈഡ്, അപ്പോൾ ഞാൻ പറഞ്ഞു പഠിച്ചിട്ടുണ്ട് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റായ സൈഡ്സും ഈക്വൽ ആണ്. ഇവിടെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റായ സൈഡ് ഏതാ? ബി സി ഈസ് ഈക്വൽ ടു ക്യു ഡി. ദ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ബി പി സി ആൻഡ് ആംഗിൾ ക്യു ഇ ഡി. Second one, BP is equal to QE. The side opposite to angle BCP and angle EDQ. Therefore, the triangle sides of a triangle ABPC is equal to sides of a triangle EQD. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഫിഗർ നോക്കിയിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ.
സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ ദ സൈഡ്സ് ഓഫ് എ പി ആൻഡ് എ ക്യു ഓഫ് ട്രയാങ്കിൾ എ പി ക്യു ഈക്വൽ വൈ? ഈ ട്രയാങ്കിൾ എ പി ക്യു എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിളിൻ്റെ എ പിയും എ ക്യുവും തുല്യമാണോ, എന്തുകൊണ്ട്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എ ബി എന്ന് പറയുന്നതും എ ഇ എന്ന് പറയുന്നത് തുല്യമാണ്. നമ്മൾ കണ്ടുപിടിച്ചു പി ബി ഇസ് ഈക്വൽ ടു ക്യു ഇ. സോ ആഡിങ് ദീസ് എ ബി പ്ലസ് പി ബി, എ ബിയും പി ബിയും ആഡ് ചെയ്യുക. അതേപോലെ തന്നെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എ ബി പ്ലസ് പി ബി ഇസ് ഈക്വൽ ടു എ ഇ പ്ലസ് ക്യു ഇ. എ ബി പ്ലസ് പി ബി എന്ന് പറയുന്നത് ഏതാ, എ പി ആണ്. എ ഇ പ്ലസ് ക്യു ഇ എന്ന് പറയുന്നത് എ ക്യു ആണ്. സോ ഹെൻസ് പ്രൂവ്ഡ് എ പി ഇസ് ഈക്വൽ ടു എ ക്യു. Fourth question, in triangle ABC and triangle PQ are shown below. AB is equal to QR, BC is equal to RP, CA is equal to PQ. R side CD and PS equal Y. What is the relation between areas of triangle ABC and triangle PQR? ഇപ്പോൾ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്സും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് ക്യു ആറിന് തുല്യമാണ്, ബി സി എന്ന് പറയുന്നത് ആർ പിക്ക് തുല്യമാണ്, സി എ എന്ന് പറയുന്നത് പി ക്യുവിന് തുല്യമാണ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സി ഡിയും ബി എസും തുല്യമാണോ, എന്തുകൊണ്ട്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ എ ബി സിൻ്റെ ഏരിയയും അതേപോലെ ട്രയാങ്കിൾ പി ബി സിൻ്റെ ഏരിയ തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പോൾ അതിന് വേണ്ടി പ്രൂഫ്. സോ ഫസ്റ്റ് ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ട്. എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ, ബി സി ഇസ് ഈക്വൽ ടു ആർ പി, സി എ ഇസ് ഈക്വൽ ടു പി ക്യു. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും വേറൊരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആണ് അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് ലെറ്റ് സി എ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ക്യു എസ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എടുത്തു. അതിന് ഏതൊക്കെയാണ്, ബി സിക്കും അതേപോലെ ആർ പിക്കും ഓപ്പോസിറ്റായ ആംഗിൾസ് ആണ് സി എ ഡിയും അതേപോലെ തന്നെ ആംഗിൾ പി ക്യു എസും. അത് എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എ സി ഡി ലീനിയർ പെയർ, എ സി ഡി എന്തായിരിക്കും, അല്ല ഒരു ആംഗിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 90 ഡിഗ്രിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ സി ഡി എന്ന് പറയുന്നത് 180 മൈനസ് 90 പ്ലസ് എക്സ്. അതേപോലെ തന്നെ ക്യു പി എസ് എന്ന് പറയുന്നതും 180 മൈനസ് 90 പ്ലസ് എക്സ്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ അല്ലേ? നമുക്ക് പറയാം ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു പി എസ് ആണ്. The sides AC and its angle, the side AC and angle on its end triangle ADC are equal to side PQ and angle on its end of triangle QSP. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ എ സിയും അതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൻ്റെ പി ക്യു എന്നുള്ള വശത്തിലും അതിന് രണ്ടറ്റത്തുള്ള ആംഗിളിനും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഹെൻസ് we can say that CD is equal to PS. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ചോദ്യം എന്താ, സി ഡി പി എസിന് തുല്യമാണോ? സോ ഹെൻസ് വി വെരിഫൈഡ് ദാറ്റ് സി ഡി ഇസ് ഈക്വൽ ടു പി ഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഏരിയാസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സി നോക്കുക, ഫിഗർ നോക്കുക, ട്രയാങ്കിൾ എ ബി സി. ഇങ്ങനെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സി, അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞത് എ ബി, ഹൈറ്റ് എന്ന് പറയുന്നത് സി ഡി. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു സി ഡി. ഇനി ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ പി ക്യു ആർ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ക്യു ആർ ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് പി എസ്. സോ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എസ്. ക്യു ആറും പി എസും എന്തിന് തുല്യമാണ്, എ ബിക്കും സി ഡിക്കും തുല്യ. സോ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു സി ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്താണ്, തുല്യമാണ്. സോ വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ, ദേ ആർ സെയിം. രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ തുല്യമാണ്, അതാണ് റിലേഷൻ. സോ താങ്ക് യു. If you like this video, please like, share and subscribe. Thank you.